ഇന്ന് നമുക്ക് തേങ്ങ ഇട്ടിട്ട് ചിക്കൻ വരട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുക. 1/4 മുറി തേങ്ങ ചിരണ്ടി എടുത്തത്, ഒരു സവാള ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ ക്രഷ് ചെയ്തെടുത്ത ഉണക്കമുളക്. ഈ കറിയിൽ നമുക്ക് മുളക് പൊടിക്ക് പകരം നമുക്ക് ക്രഷ് ചെയ്തെടുത്ത മുളക് ചേർക്കാം. ഇനി കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലകൾ. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല. പിന്നെ കറിയിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യത്തിന് നമ്മൾ തക്കാളി അല്ല ചേർക്കുന്നത്, വിനീഗർ ചേർക്കുന്നത്. അത് നമ്മുടെ പുളിക്ക് അനുസരിച്ച് നമുക്ക് ചേർക്കാം. ഈ കറിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഈ കറി നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. ചൂടായ എണ്ണയിലേക്ക് ആദ്യം തന്നെ നമുക്ക് മുളക് ഇടാം. നമുക്ക് ഈ മുളക് ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് മുരിച്ചെടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കാം. നമ്മുടെ മുളക് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ടുണ്ട്. ആ മുളക് കരിഞ്ഞു പോകേണ്ട നോക്കണം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇതിലേക്ക് നമുക്ക് സവാളയും വേപ്പിൻ്റെ ഇലയും ചേർക്കാം. ഈ സവാള ചെറുതായിട്ടൊന്ന് കളർ മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഈ കറി വെക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ വെക്കാം. അപ്പോൾ ഈ കറിയുടെ ശരിക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് സവാള ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ട് ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മുരിയണം. എന്നാൽ മാത്രം ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ആ പച്ചക്കുത്ത് പോവുള്ളൂ. അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പം മഞ്ഞൾപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഈ മല്ലിപ്പൊടി നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മുരിക്കും. നമുക്ക് ആ മസാലകളൊക്കെ നമ്മൾ കറിയിൽ ചേർക്കുമ്പോൾ തീ ചെറുതായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ മസാലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം, ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. അപ്പോൾ മസാലയ്ക്ക് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം, തേങ്ങ ചേർക്കാം. നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കറി വേവിക്കാം. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കാം. ആ ചിക്കൻ ചൂടായി കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരും. ആ വെള്ളം വന്നു കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇളക്കിയിട്ടിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ കറി വേവിച്ചെടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മൂടി വയ്ക്കാം. നമുക്ക് ഇപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ടിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കറി വേവിച്ചെടുക്കാം. നമുക്ക് ആ കറി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കറിയിലേക്ക് ആവശ്യത്തിന് നമുക്ക് വിനീഗർ ചേർക്കാം. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് ഇടയ്ക്ക് നമുക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിന് നമുക്ക് വിനീഗർ ചേർക്കാം. അപ്പോൾ തേങ്ങയിട്ട് വരട്ടിയെടുത്ത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.